ഹായ് ഡിയർ ഫ്രണ്ട്സ്, സുഖമാണോ എല്ലാവർക്കും? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. സമാധാനത്തോട് ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റി ചിക്കൻ കറിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ, പ്രത്യേകിച്ച് പൊറോട്ട ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറിയാണെന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കറി വെക്കുന്നതിന് മുൻപ്, നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് പറയട്ടെ, ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നിങ്ങളെ കുറേ ആൾക്കാർ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറി ബ്രേക്ക്ഫാസ്റ്റ് കോംബോ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോനടുത്ത് ചിക്കൻ നന്നാക്കി ചെറുതായി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി, അത് മീഡിയം സൈസാണ്, അത് മിക്സിയിലടിച്ച് ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ നിങ്ങൾക്ക് കണ്ടാവും. പിന്നെ ഒരു ബൗളിൽ മഞ്ഞൾപ്പൊടി ഒരു ബൗളിൽ 2 ടീസ്പൂൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 2 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ട്. അത് മുഴുവനായിട്ട് എടുക്കില്ല കേട്ടോ, അതിൽ നിന്ന് ആവശ്യമുള്ള മാത്രമേ എടുക്കുള്ളൂ. പിന്നെ അതായത് 1.5 ടീസ്പൂൺ 2 ടീസ്പൂണോളം മതി. പിന്നെ മുളക് പൊടി വലിയ ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി വലിയ ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണ്, അതുപോലെ തന്നെ ചിക്കൻ മസാല 1 വലിയ ടേബിൾ സ്പൂണ്, പിന്നെ ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കുഴമ്പ് രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് സോഫ്റ്റ് ആവാനും ഈ ചിക്കനിലേക്ക്, അതായത് ഈ കറിക്ക് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പച്ചക്കറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചക്കറി മീൻസ് ഇലകൾ, മല്ലിയില ഒക്കെ. അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ആ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ചട്ടിക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേപ്പിൻ്റെ ഇലയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ സവാള വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1.5 ടീസ്പൂണോളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ ഈ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ വഴറ്റണം, ചെറുതായിട്ടൊന്നും വഴറ്റില്ല, നല്ലതുപോലെ. അതായത് അതിനൊരു മധുരമൊക്കെ വരുമല്ലോ ചെറുതായിട്ട്, നല്ല സോഫ്റ്റായിട്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്കിത് വഴണ്ട് കിട്ടണം. ഈ സമയത്ത് ഈ സവാള ഒന്ന് കഴിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, ചെറിയൊരു മധുരം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് വേണ്ട, ബിരിയാണിക്ക് ഇടുന്ന അത്ര ഒന്നും വേണ്ട, എന്നാലും ഏകദേശം അത്ര ഒരു ഇതിൽ. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ നിന്ന് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കണം കേട്ടോ, എന്നിട്ട് വേണം നമുക്കിത് ചെയ്യാൻ. എന്നിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഇതിലേക്കൊന്ന് യോജിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കനില്ലേ, മഞ്ഞൾപ്പൊടി ഇല്ലേ, അതിൽ നിന്ന് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ച് ചേർത്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കന്, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് സാധാരണ ചിക്കൻ കറിക്കൊക്കെ നമ്മൾ ഒരു കട്ടിയിലോ അതിനൊക്കെ ഒന്നും കൂടി ചെറുതാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. കട്ടിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ചിലർക്ക് വലിയ പീസായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ പീസായിരിക്കും ഇഷ്ടം. കറിക്കൊക്കെ ആകുമ്പോൾ നമുക്കൊന്ന് കുറച്ച് ചെറുതാക്കുകയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കൻ കഷ്ണങ്ങൾ ഇതിലേക്ക് മുഴുവൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വീണ്ടും മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായി ഇളക്കി കൊടുത്ത് ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് വേവിക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് ചിക്കൻ നന്നായിട്ട്
നമ്മളെ സവാളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിലൊക്കെ നന്നായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില എടുത്ത് വെച്ചിട്ടുള്ള മല്ലിയില ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മല്ലിയില നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കാം. നന്നായിട്ട് 2 മിനിറ്റ് വേവിക്കാം കേട്ടോ. നന്നായിട്ട് വേവിക്കാൻ മീൻസ് അതിൻ്റെ ആ ഒരു, ഇപ്പോൾ ചിക്കൻ ഒരു പച്ചയാണല്ലോ, അപ്പോൾ അതൊന്ന് വാടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയാൽ നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മൂടി ആവി പുറത്ത് പോകാത്ത രീതിയിൽ നല്ലപോലെ അടച്ച് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. കണ്ട ആ ഒരു പച്ച ഇറച്ചിയുടെ ഒരു പച്ച ഒരു ഇത് മാറുന്ന ആ ഒരു ഇതിൽ 2 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യാം, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ആ മുളകും പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാലപ്പൊടി അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുന്നേ നേരത്തെ ഇഞ്ചി പേസ്റ്റിൽ നിന്ന് 1 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മൾ യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മസാലപ്പൊടികളെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മല്ലിയിലല്ല സോറി, പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ ആക്കി കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയിൽ അത്യാവശ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതിൽ അത്യാവശ്യം ഉപ്പുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ. ഇനി മല്ലിയില അതുപോലെ തന്നെ വേപ്പില അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചിക്കൻ കറി നമുക്ക് പൊറോട്ടയ്ക്കാണ് കേട്ടോ അധികം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പൊറോട്ട അതുപോലെ തന്നെ നമ്മുടെ നൂൽപുട്ട് ഇതൊക്കെ അല്ലേ, വെള്ളപ്പം, ഇതൊക്കെ അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് പൊറോട്ടയ്ക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. പൊറോട്ടയുടെ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങൂലേ, അതേപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വേവിക്കാം. കുറച്ച് നേരം ഒരു 5 മിനിറ്റോളം വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർക്കാനുണ്ട്. നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി അടച്ച് വെച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ചാറൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് അടിപൊളിയായിട്ട് ഇരിക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുറച്ചും കൂടി എരിവ് വേണം. ഇനി എരിവ് അത്ര അധികം ആവശ്യമില്ലാത്തവർക്ക് ഈ കറി സൂപ്പറായിരിക്കും കേട്ടോ. കണ്ട ഇപ്പോൾ നല്ല അധികം എന്താ പറയുക, കൂടുതൽ ചാറില്ല എന്നാലോ നല്ല ഡ്രൈ അല്ലാത്ത ഒരു ഗ്രേവി ടൈപ്പിലുള്ള നല്ല സൂപ്പറായിട്ടുള്ള എന്താ പറയുക അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ്. ഇനിയിപ്പോൾ എരിവ് അധികം വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം. ഇനി എരിവ് കുറച്ചും കൂടി കൂടുതൽ ചിക്കൻ കറിയിലൊക്കെ വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് കുരുമുളക് ആഡ് ചെയ്താൽ. നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ഇത്
എരിവ് ഒന്നും കൂടിയും കൂടും. അതുപോലെ തന്നെ ഇവിടെ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 2-4 പച്ചമുളക് ആഡ് ചെയ്യുക. ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഇല്ലാത്ത നമ്മളെ നാടൻ മുളക് പൊടി ഉണ്ടല്ലോ, അത് പകുതി, കാശ്മീരി മുളക് പൊടി പകുതി, ആ രൂപത്തിലൊക്കെ എടുത്താൽ ഇതൊന്നും കൂടിയും എരിവ് ഉണ്ടാവും. അപ്പോൾ നമുക്കിത് ചോറിനും, എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചോറിനും എടുക്കാൻ പറ്റും. നമ്മളൊക്കെ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ കറിയാണിത്. ഇനിയിപ്പോൾ നമുക്ക് ചോറിലേക്ക് വേണ്ടവർക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 2 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമുക്കൊരു 4 പച്ചമുളക്, പിന്നെ കുറച്ച് നാടൻ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അങ്ങനെ ആഡ് ചെയ്താൽ ഇത് ചോറിനും ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി അടിപൊളി ചിക്കൻ കറി, ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം എടുക്കാൻ കഴിയുന്ന അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.